കോഴിക്കോട് ചെറുവണ്ണൂരിലെ രജിൻ ലാലും പാലേരി സ്വദേശിനി സോനയും സോഷ്യൽ മീഡിയ വഴി പ്രണയിച്ചവരാണ്. അയാളോടൊപ്പമുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ടു. എന്നാൽ കല്യാണം കഴിക്കാൻ രജിന് താല്പര്യമില്ലെന്ന് പറഞ്ഞതോടെ ആത്മഹത്യാ ശ്രമം വരെ നടത്തി. അങ്ങനെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് സോന ഇഷ്ടപ്പെട്ടയാളോടൊപ്പം ജീവിതം തുടങ്ങിയത്. പിന്നീട് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിവില്ല. കഴിഞ്ഞ ദിവസം കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ചതോടെയാണ് പല കഥകളും കേൾക്കുന്നത്. സോനയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഭർത്തൃ വീട്ടിൽ തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടെന്ന് സോന വെളിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു. ഭർത്താവ് ഒരു സാധാരണ കാർ അപകടം, വണ്ടിക്ക് തീ പിടിക്കുന്നുണ്ട്, നിർഭാഗ്യവശാൽ ഉള്ളിലിരിക്കുന്ന ഒരാൾ മരിക്കുന്നു. നമ്മൾ വാർത്തകളിൽ സ്ഥിരം കാണാറുള്ള ഒന്നാണിതല്ലേ. എന്നാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന ഒരു കാർ അപകടമുണ്ട് കേട്ടോ. ആ വാർത്തയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കുന്നവരുടെ തന്നെ ചോര മരവിപ്പിക്കുന്ന ചില ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. 6 മാസം ഗർഭിണിയായ സോന എന്ന 24-കാരി കാറിനുള്ളിൽ കരിഞ്ഞു മരിച്ച സംഭവം. അതൊരു വെറും അപകടമല്ല, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണോ? സ്വന്തം ഭാര്യയെ ഒരു തുണ്ട് തുണി പോലും ഇല്ലാതെ ബാക്കിയില്ലാതെ കത്തിച്ച് ചാമ്പലാക്കാൻ ഒരു ഭർത്താവിന് കഴിയുമോ? ഈ കേസില് ആ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ചില സത്യങ്ങൾ കണ്ടെത്തിയിട്ട് അത് ഞെട്ടിക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നു. തീപിടുത്തം ആസൂത്രിതമെന്നാണ് പോലീസ് പറയുന്നത്. മരിച്ച സോനയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങളാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. ചെറുവണ്ണൂർ കക്കര മുക്കിൽ വെച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. കേരള ഭാഗത്ത് തന്നെ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്. കാറിന് തീപിടിച്ചു, 6 മാസം ഗർഭിണിയായ സ്ത്രീ മരിച്ചു, സോന മരിച്ചു. ഭർത്താവിന് പൊള്ളലേറ്റു എന്നുള്ള വിവരം ആദ്യം വരുന്നു. ഭർത്താവ് ഇപ്പോഴും 60% പൊള്ളലേറ്റ് ചികിത്സയിലാണ്. പിന്നാലെ സോനയുടെ കുടുംബം ഇതിൽ ചില ദുരൂഹത ആരോപിച്ചിരുന്നു. അതായത് രജിൻ ലാലിനെതിരെ, സോനയുടെ ഭർത്താവിനെതിരെ ചില ദുരൂഹത അല്ലെങ്കിൽ ചില ആരോപണങ്ങളും മറ്റും ഉന്നയിച്ചു. എന്തായാലും അതിന് പിന്നാലെ പോലീസ് വിശദമായ അന്വേഷണം നടന്ന ഘട്ടത്തിലാണ് അത് വളരെ ഗൗരവകരമായ ചില വിവരങ്ങൾ പുറത്ത് വരുന്നത്. അതായത് ഈ കാറിനുണ്ടായ തീപിടുത്തം കാറിന്റെ ഇന്ധന ചോർച്ചയല്ല അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ള കാര്യം പോലീസിന്റെ ഫോറൻസിക്കിന്റെ മോട്ടോർ വെഹിക്കിളിന്റെ പരിശോധന നേരത്തെ കണ്ടെത്തിയതാണ്. അതിലുപരി ഇനിയുള്ള ചില വിവരങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കാറിലേക്ക് പെട്രോൾ എത്തിച്ചിരുന്നു അല്ലെങ്കിൽ പെട്രോൾ കാറിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന വിവരം. അല്ലെങ്കിൽ പെട്രോളുമായി കാറിൽ പോകുന്ന ഘട്ടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന വിവരം. അതിനോട് സപ്പോർട്ടിംഗ് ആയി വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു സ്ത്രീ പെട്രോളും വാങ്ങി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നു. സോന മരിച്ചുപോയതാണ്, സോനയ്ക്ക് ഈ ദുരന്തത്തിന്റെ ഇരയായതാണ്. അപ്പോൾ പക്ഷേ ഇതിൽ സോനയുടെ പങ്കും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസിന്റെ പരിശോധനയിലുണ്ട്, അന്വേഷണത്തിലിരിക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, സോനയും ഭർത്താവ് രജിൻ ലാലും തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷേ ആ വിവാഹത്തിലും പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രണയത്തിന്റെ ഘട്ടത്തിൽ വിവാഹത്തിന് മുന്നേ തന്നെ ഈ വിവാഹത്തിലെത്തും മുൻപ് പിന്മാറാൻ രജിൻ ലാൽ ശ്രമിച്ചിരുന്നു. അതിൽ സോനയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ അതിൽ ഒരു ആത്മഹത്യാ ശ്രമവും മറ്റും സോന നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. എന്തായാലും വിവാഹശേഷവും പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ വെള്ളിയാഴ്ച ഈ സംഭവം നടക്കുന്ന ദിവസം അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു സോന. അന്ന് സോന ഒരു ബന്ധുവിനൊപ്പം പുറത്തു പോയിട്ടുണ്ട്. തിരിച്ച് വരുന്നത് വരെ സോന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ള പോലീസ് വിവരങ്ങൾ അന്വേഷിക്കുന്നു. അന്ന് വൈകിട്ട് ഈ രജിൻ ലാൽ വീട്ടിലെത്തി 7:30 കൂടിയാണ് അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സോനയെ കൂട്ടുന്നതും തിരികെ പോകുന്നു. പോകുന്ന വഴിക്ക് 2 മണിക്കൂറോളം അവർ ടൗണിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം, ഈ അപകടാവസ്ഥയിലുള്ള രജിൻ ലാലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കാറിന്റെ പിൻസീറ്റിലായിരുന്നു സോന ഇരുന്നതെന്ന് പറയുന്നു. മാത്രമല്ല ഒരു പെട്രോളിന്റെ മണം തനിക്ക് കിട്ടി. അപ്പോൾ എന്താണ് പെട്രോൾ മണക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും തീ പടർന്നു. ഇതാണ് രജിൻ ലാൽ നൽകിയിട്ടുള്ള മൊഴി. അപ്പോൾ എന്തായാലും വിവിധ ഘടകങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. കൃത്യമായി ഇന്ന രീതിയിൽ ഇന്നത് എന്ന് പോലീസ് ഇപ്പോൾ ഇടപിരിച്ച് പറയുന്നില്ല. പക്ഷേ വിവിധ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള തർക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. എന്തായാലും വാഹനത്തിനുള്ളിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. പെട്രോളിന്റെ സാന്നിധ്യം കാറിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ പോലീസിന് ശേഖരിക്കണം. എന്തായാലും ഇന്ന് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9 മണി ചെറുവണ്ണൂർ റോഡിലൂടെ പോവുകയായിരുന്ന ആ കാറിൽ നിന്ന് പെട്ടെന്ന് വലിയൊരു സ്ഫോടന ശബ്ദം കേൾക്കുകയാണ്. നാട്ടുകാർ ഓടിയെത്തുമ്പോൾ കാറ് ആകെ കത്തുകയാണ്. പക്ഷെ ഇവിടെയാണ് ഈ കഥയിലെ ഒന്നാമത്തെ ദുരൂഹത തുടങ്ങുന്നത്. സാധാരണ ഒരു വണ്ടിക്ക് തീ പിടിച്ചാൽ നമ്മൾ ആദ്യം എവിടെയാണ് നോക്കുക? എഞ്ചിൻ ഭാഗത്തല്ലേ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വല്ലതുമായോ എന്ന്. എന്നാൽ ഈ കേസിൽ ഫോറൻസിക് വിദഗ്ധർ വണ്ടി പരിശോധിച്ചപ്പോൾ ആകെ ഞെട്ടിപ്പോയി. കാരണം കാറിന്റെ മുൻഭാഗത്തുള്ള എഞ്ചിനോ അല്ലെങ്കിൽ റേഡിയേറ്ററിനോ ബാറ്ററിയോ ഒന്നുപോലും കത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തിന് AC പോലും കേടുപാടുകൾ ഇല്ലാതെ അങ്ങനെ തന്നെ ഉണ്ട്. പെട്രോൾ ടാങ്ക് സുരക്ഷിതവുമാണ്. വണ്ടിയുടെ ഉൾവശം, പ്രത്യേകിച്ച് ആ ഒരു പിൻസീറ്റ് പൂർണ്ണമായിട്ട് കത്തിക്കരിഞ്ഞുപോയി. അതിന്റെ അർത്ഥം എന്താണ്? തീ പുറത്തു നിന്ന് വന്നതല്ല, കാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതുണ്ടായത്. അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ കേട്ട ആ ഒരു സ്ഫോടന ശബ്ദം എന്തായിരിക്കും? കാറിനുള്ളിൽ അത്രയും മാരകമായിട്ടുള്ള എന്ത് വസ്തുവായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക?
സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7:30 വരെ സോന വാലിക്കോടുള്ള അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ഭർത്താവ് രജിൻ കാറിൽ ഇവിടെ ഇറക്കിയതായും രാത്രി 7:30 വന്ന് തിരിച്ചു കൂട്ടുകയായിരുന്നുവെന്നും ബന്ധുവായ യുവതി വ്യക്തമാക്കി. വൈകിട്ട് തന്നോടൊപ്പം പേരാമ്പ്രയിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്ന ശേഷമാണ് രജിനൊപ്പം സോന തിരിച്ചുപോയത്. നീണ്ടകാലത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. +2 പഠനകാലത്ത് ഒരു വിവാഹ വീട്ടിൽ വെച്ചാണ് ഇവർ പരിചയപ്പെട്ടത്. രജിൻ ഗൾഫിൽ പോയ ശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ബന്ധം ശക്തമായി. അതിനിടയിൽ രജിൻ മറ്റൊരു യുവതിയെ വിവാഹം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇതറിഞ്ഞ് സോന ആത്മഹത്യ ചെയ്യാനായി വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം, വണ്ടിക്ക് തീ പിടിച്ച ഉടൻ തന്നെ ഭർത്താവ് രജിൻലാൽ എന്താ ചെയ്യുന്നത്? ഡ്രൈവർ സീറ്റിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടി. സ്വന്തം വസ്ത്രത്തിൽ പടർന്ന തീ കെടുത്താൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് അയാൾ എടുത്തു ചാടുകയും ചെയ്തു. സ്വന്തം ജീവൻ രക്ഷിക്കുന്നത് മനുഷ്യ സഹജമാണ്, അത് മനസ്സിലാക്കാം. പക്ഷെ ഒന്ന് ഓർക്കണം, തന്റെ കൂടെ ആ കാറിന്റെ ഉള്ളിൽ 6 മാസം ഗർഭിണിയായ സ്വന്തം ഭാര്യയുണ്ട്. രക്ഷപ്പെടുത്താൻ ഓടിയെത്തിയ നാട്ടുകാരോട് എന്റെ ഭാര്യ ഉള്ളിലുണ്ട്, അവളെ രക്ഷിക്കൂ എന്ന് ഒരു വാക്ക് ആ മനുഷ്യൻ പറഞ്ഞില്ല. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം കാണിച്ച് സമയം കളയുകയായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. സംഭവത്തിൽ ഭർത്താവ് രജിൻലാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി സോനയുടെ അമ്മാവൻ AK സത്യൻ ആരോപിച്ചു. കാറിന്റെ മുൻഭാഗവും പിൻഭാഗവും കത്താതെ ഉൾവശം മാത്രം കത്തിയത് ദുരൂഹത ഉണർത്തുന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീ പിടിച്ചതെങ്കിൽ കാർ ഇത്തരത്തിൽ കത്തിയമരില്ല. മനഃപൂർവ്വം കാർ കത്തിച്ചതുപോലെയാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ദുരൂഹതമായ സംഭവമാണ് കാണുന്നത്. അവിടെയുള്ള അയൽവാസികളൊക്കെ നാട്ടുകാർ പറഞ്ഞത് ഇത് നല്ല ശബ്ദത്തോടു കൂടിയ പൊട്ടിയിരിക്കുന്നതെന്നാണ്. അതിൽ കണ്ടുനോക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത നാട്ടുകാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് ശക്തമായ ഒരു അന്വേഷണം അധികാരികൾ തന്നെ SP ആയാലും. സെൻട്രൽ ലോക്കിംഗ് ഉള്ള വണ്ടിയിൽ ഇയാൾ ഇരുന്ന ഭാഗത്തെ ഡോറ് മാത്രം തുറന്ന് സോന ഇരുന്ന പിൻവശത്തെ ഡോറ് ലോക്കായ നിലയിലുമായിരുന്നു. അവസാനം വണ്ടിയുടെ തീ 3/4 ഭാഗവും അണച്ച ശേഷമാണ് നാട്ടുകാർ പിൻസീറ്റിലെ ഒരാൾ കിടക്കുന്നത് കാണുന്നത്. അവര് കമ്പിപ്പാര കൊണ്ട് ഡോറ് കുത്തിപ്പൊളിച്ച് സോനയെ പുറത്തെടുക്കുമ്പോൾ ആ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം ഉരുകി ഒട്ടിപ്പിടിച്ചിരുന്നു. ഒന്ന് ആലോചിക്കാൻ പോലും വയ്യല്ലേ, എത്രമാത്രം നരകയാതന അനുഭവിച്ചായിരിക്കും ആ കുട്ടി അവിടെ ശ്വാസം വിട്ടിട്ടുണ്ടാവുക. ഒരു സാധാരണ അപകടമാണെങ്കിൽ ഇതിൽ ഇത്രയും സംശയങ്ങൾ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ സോനയുടെയും രജിന്റെയും ഭൂതകാലത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഈ സംശയങ്ങളെല്ലാം പരസ്പരം കണക്ട് ആകുന്നത് കാണാം. സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ഗൾഫിലായിരുന്ന രജിൻലാലും സോനയും പ്രണയത്തിലാകുന്നത്. എന്നാൽ വിവാഹത്തോട് അടുത്തപ്പോൾ രജിൻലാൽ മറ്റൊരു പെൺകുട്ടിയുമായി അടുത്തു. സോനയെ ചതിക്കാനും നോക്കി. ഇതറിഞ്ഞ സോന വടകര റെയിൽവേ സ്റ്റേഷന്റെ ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കാൻ വരെ ശ്രമിച്ചിരുന്നു. അന്ന് പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയതാണ് 2023 ഇവരുടെ വിവാഹവും നടക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടും ഇവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ഭാര്യയുടെ പ്രസവ ആവശ്യങ്ങൾക്കായിട്ട് കൃത്യം 1 മാസം മുൻപാണ് രജിൻ നാട്ടിലെത്തുന്നത്. വണ്ടി കൃത്യമായി ഒരു വയൽ പ്രദേശത്തും അതും ഒരു തോടിനരികിൽ എത്തിയപ്പോൾ തന്നെ തീ പിടിച്ചതും രജിന് കൃത്യമായിട്ട് ആ തോട്ടിലേക്ക് ചാടാൻ കഴിഞ്ഞതുമെല്ലാം വെറുമൊരു യാദൃശ്ചികമാണെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല ഗർഭിണിയായിട്ടുള്ള ഭാര്യ എന്തുകൊണ്ട് മുൻ സീറ്റിൽ ഇരുത്താതെ ബാക്ക് സീറ്റിൽ തനിച്ചിരുത്തിയതും? എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം രജിൻലാൽ കൃത്യമായിട്ട് തന്നെ മറുപടി നൽകേണ്ടി വരും. നിലവിൽ രജിൻലാൽ 65% പൊള്ളലോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ആരോഗ്യനില കുറച്ചെങ്കിലും മെച്ചപ്പെട്ടാൽ മാത്രമേ പോലീസിന് കൃത്യമായിട്ട് മൊഴിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാറിനുള്ളിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോണും മറ്റും അവശിഷ്ടങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുകയുമാണ്. കേവലം ഒരു കാർ അപകടം എന്നതിനപ്പുറം ഇതിന് പിന്നിൽ ക്രൂരമായിട്ടുള്ള ഒരു തിരക്കഥയുണ്ടോ എന്ന് കാലം തന്നെ തെളിയിക്കട്ടെ. സോനയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഉയർന്നു വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.